രാജേഷ് അവസരം കൊടുത്തിട്ട് ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന പുതുമുഖങ്ങൾ ആരൊക്കെയാണ്? അതിപ്പോ സാഫ് ബ്രോ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ അവരൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തതിന് ഗ്രൂമിംഗ് പങ്കെടുത്ത അവരിപ്പോ പരസ്യമായിട്ട് പല ഇന്റർവ്യൂകളിലും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഒരു ദിവസം 2 ദിവസം കഷ്ടപ്പെട്ടാലും ഇതൊരു വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇടമാണ്. മദ്രാസിൽ പോയിട്ട് നിങ്ങൾക്ക് കോടമ്പക്കത്ത് ഒരു പൈപ്പ് വെള്ളം കുടിക്കണ്ട, കൊച്ചിയിൽ വന്നിട്ട് മിനറൽ വാട്ടർ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ ഹാർഡ് വർക്കെങ്കിലും നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. നല്ല ഉദാഹരണം ഏറ്റവും നല്ല പാഠപുസ്തകം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളാണ് ടോവിനോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാരണം ഒരുപാട് ഇപ്പൊ നമുക്കറിയാം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് പ്രഭുവിന്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ വന്നു ഇപ്പോൾ മലയാളത്തിൽ നായകനായിട്ട് ശരിക്കും പഠിക്കേണ്ട ഒരാളാണ്. അതുപോലെ ജോജുവിന് ഒരു ഉദാഹരണമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വെച്ചാൽ ഒരാളെ നമ്മൾ തേച്ച് മിനിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ മമ്മൂട്ടി പറയുന്ന പോലെ തേച്ച് മിനിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഓഡീഷൻസിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് പേയ്മെന്റ് ചോദിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് ഉപേക്ഷിച്ചേക്കണം. ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്നെ ഒരു സംവിധായകൻ ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആള് പറഞ്ഞു, ഒരു 1.5 CR മുടക്കിയിട്ട് സിനിമയിൽ എന്നെ അഭിനയിപ്പിക്കാം, എൻ്റെ അഭിനയം മോശമായാലും. അങ്ങനെയുള്ള ധാരാളം പ്രവണതകൾ നടക്കുന്നില്ല. ശരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ തലവെച്ച് കൊടുക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം ഫേക്ക് ആയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പൈസ വാങ്ങുക, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പൈസ വാങ്ങുക, മറ്റു രീതിയിലുള്ള ദുരുപയോഗങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.